29 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നാം ഒരു കാര്യം ഓർക്കണം. അനേകം മഹത് വ്യക്തികളുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും രക്തസാക്ഷിത്വത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. അവരുടെ ധീരസ്മരണയ്ക്ക് മുമ്പിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും സുഭാഷ് ചന്ദ്രബോസിൻ്റെയും സമരങ്ങളും അവരുടെ കഠിനാധ്വാനവുമാണ് നമ്മുടെ ഈ സ്വാതന്ത്ര്യത്തിന് കാരണം. ഏകദേശം 200 വർഷത്തോളം നീണ്ടുനിന്ന ബ്രിട്ടീഷ് ഭരണത്തിനൊടുവിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ചെങ്കോട്ടയിൽ ജവഹർലാൽ നെഹ്റു ദേശീയ പതാക ഉയർത്തി. ഇതിൻ്റെ പ്രതീകമായി എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ പതാക ഉയർത്തുകയും ചെയ്യുന്നു. 1947 നിന്നും 2025-ലെത്തിയപ്പോൾ ഇന്ത്യ വളർച്ചയുടെ കടവുകൾ ചവിട്ടുകയറുകയാണ്. ശാസ്ത്രീയ സാങ്കേതിക മേഖലകൾ, വിദ്യാഭ്യാസം, പ്രതിരോധം എന്നിവയിൽ ഇന്ത്യ കുതിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ പ്രതിരോധ ശക്തിയായി ഇന്ത്യ മാറിയതിൽ നമുക്ക് അഭിമാനിക്കാം. മംഗളയാനും ചന്ദ്രയാനും ആദിത്യമെല്ലാം ഇവയുടെ നേർക്കാഴ്ചകളാണ്. നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ ഏറ്റവും വലിയ സവിശേഷത. എന്നാൽ ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ ആളുകൾ തമ്മിൽ കൊല്ലുന്നു. കൊലപാതകങ്ങളും കലാപങ്ങളും കൊള്ളിവെപ്പുകളും തുടർ കഥയാകുന്നു. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഇങ്ങനെയെല്ലാം സംഭവിക്കുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും നമുക്ക് ആശ്വസിക്കാൻ വകയുണ്ട്. ഒരു മഹാവ്യാധി ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാം ഒരുമിച്ച് കൂടുകയും നമ്മുടെ കൂട്ടായ്മയുടെയും സഹകരണത്തിൻ്റെയും മാതൃക നമ്മൾ തെളിയിക്കുകയും ചെയ്യുന്നു. ഈയിടെ ജാർഖണ്ഡിലുണ്ടായ മേഘ സ്ഫോടനത്തിൽ ഒരു ഗ്രാമമുണ്ടാകെ ഒഴിച്ചു പോയപ്പോൾ സൈന്യവും സന്നദ്ധ സംഘടനകളും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയത് നമ്മൾ കണ്ടതാണ്. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണെന്ന് നാം ചൊല്ലുന്ന പ്രതിജ്ഞ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.